പല കടകളിൽ നിന്നും ഡ്രെയിനേജ് മാലിന്യം ഉൾപ്പെടെ കടലിലേക്ക് തുറന്നു വിടുന്ന ഒരു പ്രശ്നം ഫേസ് വീട് കിട്ടിയവർ വാടക കൊടുത്ത് അത് ഈ ഫ്ലാറ്റിലാണ് കിടക്കുന്നത്. താക്കോൽ കൊടുക്കേണ്ട ചടങ്ങ് മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഒന്നുമില്ല. ചിലർ തടസ്സം നിൽക്കുന്നുണ്ട്. നന്നായി കുളിക്കുന്ന സ്ഥലമാണ്. കുളിക്കാനോ കാല് കഴുകാൻ പറ്റാത്ത ഇത് കടന്നു ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അതിന്റെ ഭർത്താവ് രോഗിയാണ്. മക്കളെ കൊണ്ടൊരു ഗുണവുമില്ല. സാധാരണക്കാരാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണും. ഒരു പരാതി എഴുതി മേയറെ കൊടുക്കുക. അതിനുള്ള എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. വീട് കിട്ടിയവർ വാടക കൊടുത്ത് അത് ഈ ഫ്ലാറ്റിലാണ് കിടക്കുന്നത്. ഇവിടുത്തെ ഫ്ലാറ്റിലാണ് അവർ കിടക്കുന്നത്. ഈ ഫ്ലാറ്റ് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അർഹതയുള്ളവർക്ക് ആർക്കാണ് കണ്ടെത്തി ആ ഫ്ലാറ്റ് എത്തിച്ചു കൊടുക്കണം. 7 മാസം കൊണ്ട് അവിടെ ഉണ്ട് ഈ സാധനം. അപ്പൊ അത് പിന്നെ അത് താക്കോൽ കൊടുക്കേണ്ട ചടങ്ങ് മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഒന്നുമില്ല. ചിലർ തടസ്സം നിൽക്കുന്നുണ്ട്. ഈ തടസ്സമാണ് ഇതിന്റെ അത്ര വിഷയം. വീടുള്ളവർ സ്ഥലമുള്ളവർ വാങ്ങിച്ചിട്ട് അവിടെ ഒറ്റയും വീട് കൊടുത്തിരിക്കാം. അപ്പൊ ഇത് അർഹതയുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഇതിന്റെ ഫ്ലാറ്റ് നിർമ്മാണത്തെ പറ്റി ഗൗരവത്തോടെ കാണണം. ഒരു വിശ്വാസമാണ്, നിങ്ങളോടുള്ള ഒരു വിശ്വാസമാണ്. അത് എപ്പോഴും നിലനിർത്തണം. അത്രേ ഉള്ളൂ. കുടിയേരിപ്പാരുടെ ഷെഡുകളാണ് ഇത് ആർക്കാണ് വേണ്ടത്? ആർക്കാണ് അത് അവകാശം? ഫ്രണ്ടിൽ നിന്ന് ഹലോ നന്നായി കുളിക്കുന്ന സ്ഥലമാണ്. കുളിക്കാനോ കാല് കഴുകാൻ പറ്റാത്ത ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ ഞങ്ങളെല്ലാം ഇതുപോലെ തന്നെ നിൽക്കുന്നത് അവിടെ ആ സൈഡ് കൊണ്ട് ഒരുപാട് പരാതി പിന്നീട് വരൂല. നമ്മുടെ എല്ലാ പരാതികളും മാലിന്യങ്ങൾ ഇതുവഴിയാണ് വരുന്നത്. ഇതുവഴി അതുവഴി ഈ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരും ഈ കൗൺസിലർമാരും ചേർന്നുകൊണ്ട് ഇതിനെ അട്ടിമറിച്ച് കളയുകയാണ്. ഈ കൗൺസിലർ സാറിന്റെ കൂടെ നിർത്തി പറയുന്നത് അതുകൊണ്ട് ഈ കടകൾ ഇരിക്കുന്നുണ്ട്. പൊതുസ്ഥലമാണ്. പൊതുസ്ഥലത്തെ കൂടെ അടക്കിയെടുത്ത് ഇത്രയും നേരമല്ല ഇവിടെ ജീവിക്കുന്നത്. ജൂൺ മുതൽ 10,000 ആൾക്കാരുണ്ട് ഇവിടെ. ഈ സമയത്താണ് ആൾക്കാരില്ലാത്തത്. ആധാരമായിട്ട് കാണരുത് ഈ പ്രശ്നം. ഇത് സെപ്റ്റംബർ വരെ പുറത്തുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്.
ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കാല് നനയ്ക്കുന്ന ഒരു കുഷ്ഠരോഗം പിടിക്കും. കാണുന്നുണ്ടെങ്കിൽ മഴയില്ലാത്ത സമയം മാറ്റാനുള്ള നല്ല കാര്യത്തിൽ എപ്പോഴും ഉണ്ടാവും സാർ. ജനങ്ങളൊന്നും കണ്ടിട്ടില്ല സാർ. ജനങ്ങൾ അത്രയും ജനങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യും. അതിൽ യാതൊരു മാറ്റവും വിചാരിക്കണ്ട. കഴിഞ്ഞ നോക്കി ബൈക്കിലേക്ക് വേണ്ടി ഇത് കട ലൈസൻസ് ഒക്കെ ഉള്ളതാണ്, പെർമിഷൻ ഉള്ളതാണ്. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്റ്റോപ്പ് കൊടുത്താൽ പെർമിഷൻ ഉള്ളതാണോ? കൺസ്ട്രക്ടർ ഹാർബർ വാർഡിലെ തന്നെ മറ്റൊരു ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കൗൺസിലറും മരാമത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ എന്നോടൊപ്പം ഉണ്ട്. ഇവിടെ പല കടകളിൽ നിന്നും ഡ്രെയിനേജ് മാലിന്യം ഉൾപ്പെടെ കടലിലേക്ക് തുറന്നു വിടുന്ന ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ആ വെള്ളത്തിൽ ചവിട്ടിയാണ് കടലിലേക്ക് പോകുന്നത്. നിരവധി അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് നടക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ജനങ്ങളൊക്കെ തന്നെ അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യത്തിൽ എന്തായാലും ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രമുഖ വ്യക്തികളുമായിട്ട് സംസാരിച്ച്, സംഘടനകളുമായി സംസാരിച്ച്, കൗൺസിലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി. ഇവിടെ ജമാഅത്തുണ്ട്, ജമാഅത്തിൻ്റെ ഭാരവാഹികളും മറ്റൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരു പരിഹാരത്തിലെത്താനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. വേസ്റ്റ് വെള്ളം വന്നിട്ട് ഒരു ഓട പോലും അല്ല, ഒരു ചെറിയ കുഴിയാണ്. ഡെയിലി വേസ്റ്റ് വെള്ളം നമ്മൾ ഡെയിലി അടിക്കി വരുന്നത് പൈസ കൊടുത്തിട്ട്. കുഴി നിറയും, വെള്ളം അടിക്കും, പിറ്റേ ദിവസം വീണ്ടും നിറയും. ഒരു ചെറിയ കുഴിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ബാത്റൂം സെപ്റ്റ് ടൈമിൽ അതേ കുഴിയാണ് നിറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ സെപ്പറേറ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഒരു 80 രൂപയുടെ പണി ചെയ്ത് ഓരോ വളവിൽ നിന്നും വലിയ പൈപ്പിട്ട് ഈ ഓടയിലോട്ടാക്കി. പക്ഷെ ഒരാഴ്ച 2 ആഴ്ചയും നിറയുന്നത് അവിടെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ വീണ്ടും കുത്തിവിടുന്ന അവസ്ഥയാണ്. അത് വളം തിരിവൊക്കെയായതുകൊണ്ട് ഒരു 13 വീട്ടുകാർ പൈസ മുടക്കി 80,000 മുടക്കി പണി ചെയ്യും. അത് ഭയങ്കര പണിയായിട്ട് 2 ഡബിൾ പണിയത്. നമ്മൾ ഒരാഴ്ച 2 ആഴ്ച ക്ലീൻ ചെയ്യും, വീണ്ടും അത് നിറയും. സെപ്റ്റി ടാങ്കിന് 7,000 രൂപ 7,000 രൂപ 2 മാസം ഒരിക്കൽ അടിക്കേണ്ട അവസ്ഥയാണ്. താഴത്തെ ഫ്ലാറ്റിലൊക്കെ സെപ്റ്റി ടാങ്ക് അവർ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നുണ്ട്. നമ്മളെ കയ്യിൽ നിന്നാണ് ഇവരെ വീട്ടിൽ തന്നെ മാസത്തിലാണ് അത് പറയുന്നത്. നമ്മൾ 7,000 രൂപയാകും ഒരു മാസത്തിന് ചെയ്യണമെങ്കിൽ. എല്ലാ കടൽ പണിക്കാരും ഇത് പണിക്ക് ഉണ്ടെങ്കിലേ ചെയ്യാനും പറ്റുള്ളൂ. പക്ഷെ അതിന് യാതൊരു മഴ വെള്ളമാകുമ്പോഴത്തേക്കും കുഴി പെട്ടെന്ന് നിറയും. കാരണം വെള്ളം മഴ വെള്ളത്തിന് ഒരു മാസം ഒരിക്കൽ ടങ് നിറയും. അപ്പൊ അടിച്ചു വേണം. അതിനുള്ള സാമ്പത്തികമല്ല. കാരണം എല്ലാവരും കടൽ പണിക്കാരാണ്. കടലിൽ പോയി കിട്ടിയാലേ എല്ലാവർക്കും ഉള്ളൂ. ബട്ട് ഓടയുടെ ഇതും ഇത് സെപ്റ്റി ടാങ്കിന്റെ ഇത് വലിയ പ്രശ്നമാണ് ഇവിടെ.